വള്ളുവനാടൻ ഉത്സവങ്ങളിലെ ചരിത്രപ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് ആചാരപ്പെരുമയോടെ കൊടിയേറി. രാത്രി തട്ടകത്തിലെ സ്ഥാനീയരുടെ സാന്നിധ്യം വിളിച്ചു ചോദിച്ചായിരുന്നു ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്ന ആയിരങ്ങളെ സാക്ഷിയാക്കി ചടങ്ങുകൾ നടന്നത്. മാർച്ച് 2-നാണ് പൂരം. ഇനി പൂരം കഴിയും വരെ ഒറ്റപ്പാലത്തെത്തുന്നവരുടെ കാതുകളിൽ അയ്യയ്യോ എന്ന ആർപ്പും ആരവവും അലയടിക്കും. അതാണ് മറ്റെവിടെയും ഇല്ലാത്ത ഒറ്റപ്പാലത്തെ ചിനക്കത്തൂരിന്റെ പ്രത്യേകത. അയ്യയ്യോ എന്ന് അലമുറയിടാൻ കൊടിമരച്ചുവട്ടിലെത്തിയത് ആയിരങ്ങളായിരുന്നു. കൊടിക്കൂറ വലിച്ചുയർത്തുന്നതുവരെ അക്ഷമരായി കാത്തുനിന്നു. തട്ടകത്തിലെ സ്ഥാനീയരുടെ സാന്നിധ്യം കോമരം 3 തവണയായി വിളിച്ചു ചോദിച്ചു. ഭക്തർ സമ്മതം മൂളിയതോടെ 2 കൊടിമരങ്ങളിലെയും കൊടിക്കൂറകൾ വലിച്ചുയർത്തി. അങ്ങനെ പൂരത്തിന്റെ പെരുമ പാടിപ്പുകഴ്ത്തിയ ചിനക്കത്തൂരിൽ പൂരം കൊടിയേറി. ഇനിയങ്ങ് 10 നാൾ 7 ദേശങ്ങളിലും പൂരം പൊടിപൊടിക്കും. എല്ലാ വാദ്യകലാകാരന്മാരും എല്ലാ പ്രഗത്ഭരും ഒത്തുവരുന്ന ഏറ്റവും നല്ല ഗജവീരന്മാർ അണിനിരക്കുന്ന, അതിലുപരി എല്ലാ ദേശങ്ങളിലും വിവിധ കലാപരിപാടികളോടുകൂടി പ്രശസ്തമായ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് എല്ലാ ദേശങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. പൂരത്താലപ്പൊലിയും കുതിരയ്ക്ക് തലവെപ്പും കുമ്മാട്ടിയും കഴിയുന്നതോടെ ചിനക്കത്തൂർ പൂരം വന്നണയും. പൊയ്ക്കുതിരകളും തേരും തട്ടിന്മേൽ കൂത്തും കാളകളും 27 ഗജവീരന്മാരും പഞ്ചവാദ്യവും പാണ്ടിമേളവും കുടമാറ്റവും വെടിക്കെട്ടും മറ്റു നാടൻ കലാരൂപങ്ങളും വർണ്ണക്കാഴ്ചകളാകുന്നതാണ് പൂരം. പൂരത്തിനു മുന്നോടിയായുള്ള താലപ്പൊലി ഫെബ്രുവരി 28-നും കുമ്മാട്ടി മാർച്ച് 1-നും ആഘോഷിക്കും. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.